റാഫി കരീം കൂടിയുണ്ട്. റാഫി, ഇന്നിപ്പോൾ നമ്മൾ ദീപികയുടെ മുഖപ്രസംഗം വായിച്ചു, കൂടാതെ ഇടയലേഖനമുണ്ട്. അതിലൊക്കെ രൂക്ഷ വിമർശനമുണ്ട് BJPക്ക്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത്? ദീപിക എടുത്തു പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ 10 ദിവസം ഇവിടെ നടന്നത് എന്താണ്, അത് കേരളം തീർക്കുന്നൊരു മതേതരത്വത്തിൻ്റെ മാതൃകയാണ്, ആരാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നതൊക്കെ ജനങ്ങൾക്കറിയാം എന്നത് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതിൽ ചരിത്രം പറയുന്നുണ്ട്, ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ രൂക്ഷ വിമർശനമാണല്ലോ ദീപിക ഉന്നയിച്ചിട്ടുള്ളത്. അനുജ, തീർച്ചയായും മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് ഈ തലക്കെട്ട് ദീപിക ഈ മുഖപ്രസംഗത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ ഈ മുഖപ്രസംഗം തുടങ്ങുന്നത് തന്നെ മതേതര വിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നിലയിൽ തുടങ്ങുന്ന ലേഖനത്തിൽ ശക്തമായ വിമർശനമാണ് BJP നേതൃത്വത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ദീപിക നടത്തിയിരിക്കുന്നത്, കത്തോലിക്ക സഭ നടത്തിയിരിക്കുന്നത്. ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വിമർശനം നടത്തുന്നത്. 1999-ൽ ഗ്രഹാം സ്റ്റെയിൻസിന് എന്താണ് സംഭവിച്ചത്, ബജ്രംഗ് ദൾ അന്നു മുതൽ ഏത് തരത്തിലുള്ള സംഘടനയാണ്, അന്നു മുതൽ അവർക്ക് ഏത് തരത്തിലുള്ള പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് പോലും ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ലേഖനത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ബജ്രംഗ് ദൾ ഇത്തരത്തിൽ കന്യാസ്ത്രീകളോട് പെരുമാറിയതും അവരെ ജയിലിലാക്കിയതും ആരുടെ ബലത്തിലാണ് എന്ന് ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഈ കന്യാസ്ത്രീകളെ 10 ദിവസത്തിനകം പുറത്തിറക്കിയത് അത് എങ്ങനെയാണ്, അതിൽ ആരാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം സഭയ്ക്കൊപ്പം നിന്നത് എന്നും ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഈ സംഭവങ്ങളെയെല്ലാം കേരളത്തിലെ ക്രൈസ്തവർ വിശ്വാസികൾ അവർ വിലയിരുത്തിയിട്ടുണ്ട് എന്നും അത് പ്രതിഫലിക്കുമെന്നും ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലേഖനത്തിൽ പറയുന്നത്, അതിക്രമം കാണിച്ചവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ആലോചിക്കണമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കന്യാസ്ത്രീകൾ പിടിയിലായതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം സൈബർ ഹാൻഡിലുകൾ, RSS സൈബർ ഹാൻഡിലുകളിൽ നിന്നടക്കമുണ്ടായ അനുഭവവും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് ഈ നിലയിലാണ്: കിട്ടിയ അവസരം മുതലെടുത്തവരുണ്ട്, ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താനും കന്യാസ്ത്രീകളുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കാനും പറഞ്ഞ് ചിലരങ്ങ് പേടിപ്പിച്ചു പൗരന്മാരെ. അവരെല്ലാവരും തന്നെ ഒന്നാം തരം പൗരന്മാരാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ഭരണഘടന എന്ന് കരുതി ഏതോ ചിന്താധാര വായിച്ചിട്ടുണ്ടാകുമെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. ഈ നിലയിലാണ് അത്തരത്തിലേക്ക് മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം, കൂടാതെ ഇടയലേഖനത്തിലുമുണ്ട് രൂക്ഷ വിമർശനം. ഒരു ഇടപെടലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നതുൾപ്പെടെയാണ് ഈ ഇടയലേഖനത്തിലുള്ളത്.